ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് സെമ്മിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഫ്ത്ത് സെമ്മിൻ്റെ പേപ്പറിൽ ഏകദേശം ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ബികോം കോപ്പറേഷനാണ്. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കോപ്പറേഷൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പറേഷന് കുറച്ച് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിഫ്ത്ത് സെമ്മിൽ 2 കോപ്പറേഷൻ പേപ്പർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിക്സ്ത്ത് സെമ്മിലുണ്ട് 2 പേപ്പർ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്ത് പഠിക്കുന്നു, തേർഡും ഫോർത്തും സിക്സ്ത്തിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറേഷനെ കുറിച്ച് കോപ്പറേഷൻ ഫസ്റ്റ് പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോപ്പറേഷൻ സെക്കൻഡ് ഏകദേശം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോപ്പറേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും ഐഡിയകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ആദ്യ കാര്യങ്ങളൊക്കെ കോപ്പറേഷനെ കുറിച്ച് ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾക്കറിയാം തിയറി പേപ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഓരോ പോയിൻറ്റ്സും പറയുന്ന കാര്യങ്ങൾ പോയിൻ്റ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക അല്ലേ. പോയിൻ്റ് കൃത്യമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയിൻ്റ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കോപ്പറേഷൻ നിങ്ങൾക്കറിയാം, കോപ്പറേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയാൻ നമുക്കറിയാം സഹകരണം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സഹകരണമാണ് അല്ലേ. സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ നമ്മൾ സാധാരണ ജീവിതത്തിൽ അല്ലേ നമുക്ക് നോക്കിയാൽ കാണാം, എവിടെയും നമുക്ക് കോപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ആശയം നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു കോപ്പറേഷൻ എന്ന് പറഞ്ഞ ആശയത്തിന് മനുഷ്യ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹ്യൂമൻ സൊസൈറ്റി അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴുണ്ടോ അപ്പോൾ മുതൽ എന്തുകൊണ്ട് എന്ന് പറയാം, കോപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ആശയമുണ്ട് എന്ന് പറയാം. നമ്മളത് കണ്ടെത്തിയില്ലെങ്കിലും എന്തുണ്ട്, മനുഷ്യൻ കണ്ടെത്തിയത് മുതൽ അല്ലെങ്കിൽ മനുഷ്യനുള്ളത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സഹകരണവും കാര്യങ്ങളും അവരുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ. നിത്യജീവിതത്തിലായിക്കോട്ടെ സാമൂഹ്യ ജീവിതത്തിലായിക്കോട്ടെ പലതരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സഹകരണം എന്ന് പറഞ്ഞൊരു ആശയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ മാത്രമല്ല, ജന്തുവർഗ്ഗങ്ങളും അങ്ങനെ സസ്യവർഗ്ഗം അങ്ങനെ പലതരത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം സഹകരിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സഹകരണത്തെക്കുറിച്ച് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. കാരണം ഇന്നത്തെ കച്ചവടം അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് മേഖലകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് ഇത്, ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തുക, കോപ്പറേറ്റീവ് സഹകരണ രീതിയിൽ എന്ത് ചെയ്യുക, ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്, ഈ കോപ്പറേഷൻ്റെ കേസിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഹ്യൂമൻ സൊസൈറ്റിയുടെ പഴക്കം തന്നെ, അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റി എപ്പോൾ മുതലുണ്ടോ അപ്പോൾ മുതൽ തന്നെ എന്തുകൊണ്ട് കോപ്പറേഷൻ ഉണ്ട് എന്ന് പറയുന്നു. നമ്മുടെ പ്രാദേശിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ത് തന്നെയാണ്, ഈ കോപ്പറേഷൻ തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഈ കോപ്പറേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉദ്ഭവിച്ചത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോ ഓപ്പറാറി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്, കോപ്പറേഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. കോ ഓപ്പറാറി എന്ന ലാറ്റിൻ വേർഡ്, അതിൽ കോ എന്ന് പറഞ്ഞാൽ വിത്ത് എന്നാണ് അർത്ഥം. കോ മീൻസ് വിത്ത് ആൻഡ് ഓപ്പറാറി മീൻസ് ടു വർക്ക്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോ ഓപ്പറാറി എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ കോ മീൻസ് വിത്ത് എന്നാണ്, ഓപ്പറാറി എന്ന് പറഞ്ഞാൽ ടു വർക്ക്. അപ്പോൾ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കോപ്പറേഷൻ്റെ മീനിങ് നമുക്ക് പറയാം. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. അതായത് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക, ഫോർ എ കോമൺ പർപ്പസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഈ സഹകരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, കോപ്പറേഷൻ്റെ ആശയം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയ, ഈ കോപ്പറേഷൻ്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോപ്പറേഷൻ്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ അല്ലെങ്കിൽ അടിസ്ഥാന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, പരസ്പര സഹായമാണ് അല്ലെ, പരസ്പര സഹകരണമാണ് അല്ലെ, ഓരോരുത്തരും പരസ്പര സഹായമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോപ്പറേഷൻ, ബിഹൈൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ഈസ്, കോപ്പറേഷൻ്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായം അല്ലെങ്കിൽ സഹകരണം. സെൽഫ് ഹെൽപ്പ് ആൻഡ് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദി കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പര സഹായമാണ്. ആൻഡ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, അങ്ങനെ പറഞ്ഞാലും എന്ത് തന്നെയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ എന്താ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കോപ്പറേഷൻ്റെ വേർഡ് എങ്ങനെയാണ് ഉദ്ഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കോപ്പറേഷൻ്റെ മീനിങ് നമുക്ക് പറയാം. എന്താണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മറ്റുള്ളവരുമായി യോജിച്ച് പ്രവർത്തിക്കുക, അതാണ് ഇത് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷന് പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോപ്പറേഷൻ ഈസ്
സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് വർക്ക് ഫോർ ആൻഡ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓക്കെ അല്ലേ? പിന്നെ ഇങ്ങനെയുള്ള കോർപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് ഈ കോർപ്പറേഷൻ്റെ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലേ. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്കറിയാം. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ബാങ്കുകളുണ്ട്, സൊസൈറ്റികളുണ്ട്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സഹകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ രൂപീകരിക്കുക എന്ന് പറയുന്നത് അംഗങ്ങൾ കൂടി ചേർന്നാണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ വ്യക്തികളുടെ യൂണിയനാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് വ്യക്തികൾ കൂട്ടിച്ചേരുന്ന അല്ലെങ്കിൽ വ്യക്തികൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയും അല്ലെ. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കും, അവരുടെ കാര്യത്തിന്, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം, അവരുടെ സാമൂഹികമായിട്ടുള്ള മറ്റ് ബെനിഫിറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. എന്തിലുപരി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിലുപരി അവരുടെ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റിന് വേണ്ടിയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ സോഷ്യലായിട്ടുള്ള മറ്റ് ബെനിഫിറ്റോ എഡ്യൂക്കേഷനിലായിട്ടുള്ള മറ്റ് ബെനിഫിറ്റോ ഒക്കെ കൊടുക്കുന്നതിന് പുറമേ സാമ്പത്തികമായിട്ട് കൂടെ എന്ത് കൊടുക്കേണ്ടി വരും, ഈ മെമ്പേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ബിസിനസ് പ്രിൻസിപ്പിൾസ് കൂടെ ഫോളോ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ബിസിനസ് നടത്തുന്നത് അല്ലേ, ബിസിനസ്സും കാര്യങ്ങളും കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്, അവരുടെ മെമ്പേഴ്സിന് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക. സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നതിന് പുറമേ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫോളോ ചെയ്യുന്നത്, ഇത് ബിസിനസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത് അല്ലേ. പക്ഷെ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തല്ല, പ്രോഫിറ്റ് അല്ല അല്ലേ. അവരുടെ പ്രോഫിറ്റിലുപരി എന്താണ്, The cooperative societies are served for its members. അവരുടെ മെമ്പേഴ്സിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റീസ് എന്തുണ്ട്, ഒരു എൻ്റർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാം, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കാരണം എന്താണ്, അവർ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതുണ്ട് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ മെമ്പേഴ്സിന് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സോഷ്യലായിട്ടും എഡ്യൂക്കേഷനിലായിട്ടും ഒക്കെ ബെനിഫിറ്റ് അവർ കൊടുക്കുന്നതിന് പുറമേ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ബിസിനസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു എൻ്റർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഓരോ പോയിന്റ് ശ്രദ്ധിക്കുക, അതിനുശേഷം തരുന്ന നോട്ട്സ് നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് നടത്തുന്നതിൽ ഒരു പ്രത്യേക മെത്തേഡാണ് ഇപ്പം കോപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. സഹകരണ മേഖലയിലൂടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സംഘങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയി അല്ലെങ്കിൽ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, അത് നിലവിൽ വന്നു എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? When a group of individuals join hands and form an association. Group of individuals join hands. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് പറയുക, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് an association of persons അല്ലേ. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് an association of persons എന്ന് പറയാം. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് an enterprise. an enterprise ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോയിന്റാണ് an enterprise എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൺ ഓൺ ബിസിനസ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി റൺ ഓൺ ബിസിനസ് പ്രിൻസിപ്പിൾസ്. ബിസിനസ് പ്രിൻസിപ്പിൾസിനനുസരിച്ചിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്?
ടു എൻഷുവർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിന് എക്കണോമിക് ബെനിഫിറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, എന്തിനു പുറമേ സോഷ്യലും എഡ്യൂക്കേഷനിലും ആയിട്ടുള്ള ബെനിഫിറ്റിന് പുറമേ എക്കണോമിക് ബെനിഫിറ്റ് കൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദ കോപ്പറേറ്റീവ് സൊസൈറ്റി റൺ ഓൺ ബിസിനസ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ആൻ എൻ്റർപ്രൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി എൻ്റർപ്രൈസസ് എന്ന് പറയാം. കാരണം അത് ബിസിനസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്? അതിൻ്റെ മെമ്പേഴ്സിന് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. രണ്ടാമത്തത് എൻ എൻ്റർപ്രൈസ്, അല്ലേ? ഒരു എൻ്റർപ്രൈസ് ആണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോമനസാലെ, അല്ലെ? ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ സോമനസാലെ കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഫ്രീ ടു ജോയിൻ ദി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. ആൻഡ് ഹി ക്യാൻ റിസൈൻ ഫ്രോം ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റി അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർഷിപ്പ് റീസൈൻ ചെയ്യാനും പറ്റും. മെമ്പർഷിപ്പിൽ നിന്ന് റീസൈൻ ചെയ്യാനും, അല്ലെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് റീസൈൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് വോളണ്ടറി അസോസിയേഷൻ. മനസ്സാലെ നമ്മൾ ചേരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും എന്ത് ചെയ്യാം? ഏത് ഇൻഡിവിജ്വൽസിനും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം? അതിൽ നിന്ന് റീസൈൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതാണ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, സർവീസ് ഒബ്ജക്റ്റീവ്. അടുത്ത സർവീസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു സെർവ് ഇറ്റ്സ് മെമ്പേഴ്സ് റേദർ ദാൻ ടു ഏൺ പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സെർവ് ഇറ്റ്സ് മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുക. റേദർ ദാൻ ടു ഏൺ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യുക? അവരുടെ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. നമുക്ക് ഒരു ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ദ അഫെയർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഹാൻഡിൽഡ് ബൈ ഡെമോക്രാറ്റിക് മാനർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങളും മെമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഏത് രീതിയിലാണ്? അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. കാരണം അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് എത്രയധികം ഷെയറുള്ള മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും? ഈച്ച് മെമ്പേഴ്സ് ഹാസ് ഓൺലി വൺ വോട്ട്. എന്ത് കാര്യത്തിനായാലും ഓരോ മെമ്പേഴ്സിനും എത്ര വോട്ടേ ഉണ്ടാവും? ഒരു വോട്ട് മാത്രമേ ഉണ്ടാവൂ. കാരണം ഈക്വാലിറ്റി, അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനും എത്ര ഷെയർ, ചിലപ്പോൾ കൂടുതലുള്ള ഷെയറുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, കുറഞ്ഞ ഷെയറുള്ള മെമ്പേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആരെ സംബന്ധിച്ചും അവിടെ എന്താണ് ഉണ്ടാവുക? ഓൺലി വൺ വോട്ട്. അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഡെമോക്രാറ്റിൻ്റെ ഈച്ച് മെമ്പേഴ്സ് എസെൻഷ്യൽ. പിന്നെ ഡെമോക്രാസിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് എന്ത്? വൺ മാൻ വൺ വോട്ട് എന്നത്, അല്ലേ? ജനാധിപത്യത്തിൻ്റെ ഒരു ആശയമാണ്, ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വമാണ് ഇത്. വൺ മാൻ വൺ വോട്ട്. ആ ഒരു ആശയം നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് അടുത്തത് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയും. ഇക്വിറ്റി, സമത്വം, അല്ലേ? ഇക്വിറ്റി അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വിവേചനവും ഇവിടെ ഉണ്ടാവില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് മെമ്പേഴ്സ് ഈസ് മെയ്ഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. മതപരമായുള്ള വിശ്വാസങ്ങളുടെ കേസിൽ, പൊളിറ്റിക്കൽ ഐഡിയോളജി അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ, എക്കണോമിക് സ്റ്റാറ്റസ് സാമ്പത്തിക സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വിവേചനവും ഇവിടെ ഉണ്ടാവില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാവില്ല.
നെക്സ്റ്റ് അടുത്തതാണ് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് സാധാരണ നമ്മൾ ബിസിനസ്സുകളിൽ കാണുന്നത് പോലെ തന്നെ ഒരു മുതലാളി തൊഴിലാളി ഒരു ഡിവിഷൻ, മുതലാളി എന്നോ തൊഴിലാളി എന്നോ ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു വിഭജനം എവിടെ ഉണ്ടാവില്ല? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. ദർ ഈസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇൻ കോപ്പറേഷൻ. ക്യാപിറ്റലിസ്റ്റും വർക്കിംഗ് ക്ലാസ്സും മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ഡിവിഷൻ, ഒരു വിഭജനം എവിടെ ഉണ്ടാവില്ല? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ആൻ എൻ്റർപ്രൈസ്, വോളണ്ടറി അസോസിയേഷൻ ആണ്, സർവീസ് ഒബ്ജക്റ്റീവ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ഇക്വിറ്റി, നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പോയിന്റ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക? നോട്ട്സും കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ.